പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ സൂപ്പർ സ്റ്റാർ ജയൻ ചേട്ടനെ കുറിച്ച്. ഇന്ന് നവംബർ 16 ജയൻ ചേട്ടൻ അനുസ്മരണമായി. അതായത് ജയൻ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ മല്ലനും മാധവനും എന്ന സിനിമയിലാണ്. അത് ഇൻ്റർവ്യൂവിൽ അടുപ്പിച്ചിട്ട് ഒരു നല്ല ഗെറ്റപ്പുള്ള ഒരാൾ വന്നു. അപ്പോൾ അന്ന് ജയൻ ചേട്ടനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുതുമുഖമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അടുപ്പിച്ചിട്ട് നല്ലൊരു പാൻറ്റ് ഇൻ ചെയ്തിട്ട് ബ്ലാക്ക് ഷർട്ട് ഇൻ ചെയ്ത്, അപ്പോൾ അതിൻ്റെ പ്രത്യേക ചില ജയൻ ചേട്ടൻ ഇട്ട ഷർട്ട് അന്ന് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പിന്നെ ആ ഷർട്ട് ജയൻ ചേട്ടൻ ഒരു ബ്ലാക്ക് ഷർട്ടിൽ ഡോട്ടുള്ള ഒരു ഷർട്ട്, അതേ ഷർട്ട് എനിക്കുള്ള പോലത്തെ ഒരു ഷർട്ട് ഇട്ടിട്ട് ജയൻ ചേട്ടൻ. അപ്പോൾ അതും എനിക്കൊരു സന്തോഷമായി. ഒരു സിനിമാ നടൻ എന്നെ പോലത്തെ ഷർട്ട് ഇട്ടിരുന്ന് പറഞ്ഞിട്ട് സന്തോഷമായി. അപ്പോൾ ആ ജയൻ ചേട്ടൻ പിന്നെ എന്ന് പറയുക ഒരു പുതുമുഖത്തിൻ്റെ വ്യവലാതിയൊന്നുമില്ല, സാധാരണ പോലെ തന്നെ അഭിനയിച്ചത് പുതിയ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് നല്ല നടനാന്നല്ല വിചാരിച്ച്. പിന്നെ ജയൻ ചേട്ടനെ കാണുന്ന നസീർ സാറിൻ്റെ ഒരുവിധം പടത്തിലെല്ലാം കാണാൻ തുടങ്ങി. പിന്നെ പേര് മനസ്സിലായി, പിന്നെ ജയനാന്നുള്ള പേര് മനസ്സിലായി. അങ്ങനെ അന്ന് പിക്ക് പോക്കറ്റ്, പിന്നെ നസീർ സാറിൻ്റെ കൂടെ കാമധേനു, അമൃതവാഹിനി. അപ്പോൾ അധികം ആൾക്കാരുടെ ധാരണ ജയൻ ചേട്ടൻ അന്നത്തെ കാലത്ത് ഫുൾ ടൈം വില്ലനായിട്ട് അഭിനയിക്കുന്നത്. ഫുൾ ടൈം വില്ലനല്ല, ഒരു പടത്തിൽ വില്ലനാകുക, അടുത്ത പടത്തിൽ നല്ല ആളായിരിക്കും. അങ്ങനെ നസീർ സാറിൻ്റെ കാമധേനുവിൽ നല്ല ആളാണ്, പിക്ക് പോക്കറ്റിൽ നല്ല ആളാണ്, പിന്നെ അമൃതവാഹിനി സെമി വില്ല്, പിന്നെ ഇവനെൻ്റെ പ്രിയപുത്രൽ വില്ല്, പിന്നെ വീണ്ടും നല്ല ആളായിട്ട് അഭിനയിക്കുക. അങ്ങനെ ഒരുപാട് നല്ലത് ഒരുപാട് മോശം അങ്ങനെ ആയിട്ട് പോകും. പിന്നീട് ഇങ്ങനെ പടിപടിയായി അന്നത്തെ കാലത്ത് സോമൻ, സുകുമാരൻ, ജയൻ പടിപടിയായിട്ട് അവരുമല്ല ഇങ്ങനെ തന്നെ കയറി വന്ന് നായകന്മാരായി. പിന്നെ നസീർ സാറ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാരാൻ ചോദിക്കുമ്പോൾ 80 പകുതിയാകുമ്പോഴത്തേക്ക് പിന്നെ നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ജയൻ. ആ നിലയിൽ ജയൻ എത്തി. ആ സമയത്താണ് ജയൻ ചേട്ടൻ മരിക്കുന്നത്. അത് മരിച്ചത് ജയൻ ചേട്ടന് പറ്റിയൊരു ബുദ്ധിമോശമാണ്. കാരണം എല്ലാം പിന്നെ ഷൂട്ട് ചെയ്ത ശേഷം വീണ്ടും റീടേക്ക് എടുക്കണം എന്ന് പറഞ്ഞത്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. ജയൻ ചേട്ടൻ റീടേക്ക് എടുക്കാൻ പറഞ്ഞതിനോ അല്ലെങ്കിൽ ഇവർ വീണ്ടും റീടേക്ക് എടുപ്പിച്ചിട്ട് വീണുപോയതാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു നടൻ ഇത്രയും റിസ്ക് പിടിച്ച ഒരു ജോലി ചെയ്താൽ പിന്നെ വീണ്ടും എടുക്കണമെന്ന് പറയില്ലായിരിക്കും. കാരണം എങ്ങനെയെങ്കിലും പിന്നെ അത് എടുത്തു കഴിഞ്ഞല്ലേ, പിന്നെ വീണ്ടും എടുക്കാൻ ആരും പറയില്ല. അത് ഇവർ രണ്ടാമതും ജയൻ ചേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് രണ്ടാമത് എടുപ്പിച്ചിട്ട് വീണ് പോയ സമയത്ത് പിന്നെ തടിയൂരാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും. ജയൻ തന്നെ പറഞ്ഞതാണ് രണ്ടാമത് എടുക്കണമെന്ന്. പിന്നെ ആരും ചോദിക്കാനും പറയാനൊന്നും ആളില്ലല്ലോ. അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് പല ദുരൂഹതയുണ്ട്. അതായത് ജയൻ ചേട്ടൻ മേലെ താഴെ വീണ ഉടനെ രണ്ടാമത് എഴുന്നേറ്റുന്നു. സുകുമാരൻ ചെന്ന് പിടിക്കാൻ ചെന്നേരം സുകുമാരൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ഐ ആം ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ്